എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 15-ാം തീയതിയും തുറന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ. വിവിധ ഇനങ്ങളിലായി 64 ലക്ഷത്തോളം ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക്, അത് കുട്ടികളാണ് എങ്കിൽ പോലും 2000 രൂപ മാസം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾക്ക് വിധവാ പെൻഷനും, 50 വയസ്സ് കഴിഞ്ഞും വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷനും ലഭിക്കുന്നതാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സംസ്ഥാനത്തെ 1 ലക്ഷം രൂപയ്ക്ക് താഴെയോ വാർഷിക വരുമാനമുള്ള റേഷൻ കാർഡിന്റെ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും 2000 രൂപ ക്ഷേമ പെൻഷന് അർഹതയുണ്ട്. നിലവിൽ ലഭിക്കുന്ന ആളുകൾക്ക് തുടർന്നും ലഭിക്കുന്നതിന് വാർഷിക മസ്റ്ററിംഗ് ഉണ്ട്, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണമുണ്ട്. സ്ത്രീകൾ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്ന ആളുകൾക്ക് പുനർവാഹിതയല്ല എന്നുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. ഇതുവരെ അപേക്ഷ നൽകിയിട്ടില്ലാത്ത ആളുകൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുകയും വേണം. 1 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള, വീട്ടിൽ അത്യാധുനിക ആഡംബര സൗകര്യങ്ങൾ ഇല്ലാത്ത വീടുകളിൽ താമസിക്കുന്ന, സ്വന്തമായി 4 ചക്ര വാഹനം 1000 cc മുകളിലുള്ള 4 ചക്ര വാഹനം ഇല്ലാത്തവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 2 ഏക്കറിലധികം ഭൂമി, വീട്ടിൽ AC ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഇവയൊന്നും ഉണ്ട് എങ്കിൽ അപേക്ഷിക്കേണ്ടതില്ല. കാരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഫീൽഡ് തലങ്ങളിലേക്ക് നടത്തുന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അർഹതയില്ല എന്ന് കണ്ടെത്തിയാൽ അവർക്ക് പെൻഷൻ അനുവദിച്ചു കിട്ടില്ല. അങ്ങനെ ഇല്ലാത്ത എല്ലാ ആളുകൾക്കും പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ 2000 രൂപയാണ് മാസം പെൻഷനായിട്ട് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരുമാനം കണക്കാക്കുന്നത് വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് താഴെയാകണം. 2020 ഡിസംബർ 30 മുമ്പ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജൂൺ 30 മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം. അത് നൽകിയിട്ടില്ല എങ്കിൽ തുടർന്ന് അങ്ങോട്ട് പെൻഷൻ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾ വിവാഹിതയല്ല, പുനർവിവാഹിതയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതിനും ജൂൺ 30 സമയം നൽകിയിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. അപേക്ഷ നൽകിയാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണ് പെൻഷൻ അനുവദിക്കുന്നത്. അതിനുശേഷം എല്ലാ മാസവും 2000 രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ കയ്യിലേക്കോ ലഭിക്കും. അപേക്ഷ നൽകുന്നതിന് ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഒരു ഫോട്ടോ, ജനനം തീയതി തെളിയിക്കുന്നതിന് സർട്ടിഫിക്കറ്റ്, അത് ജനന സർട്ടിഫിക്കറ്റോ SSLC ബുക്കോ ഡ്രൈവിംഗ് ലൈസൻസൊന്നും ഇല്ല എങ്കിൽ ജനനം സംബന്ധിച്ച് ഡോക്ടർ നൽകുന്ന സത്യവാങ്മൂലം മതിയാകും. ഇത് പ്രകാരമാണ് അക്ഷയ മുഖാന്തരം അപേക്ഷ നൽകേണ്ടത്. പെൻഷൻ അനുവദിച്ച് കിട്ടിയാൽ എല്ലാ വർഷവും ആധാർ അടിസ്ഥാനത്തിലുള്ള മസ്റ്ററിംഗ് ഉണ്ടാകും. 2 രീതിയിലാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. കയ്യിൽ 25 ലക്ഷത്തോളം ആളുകൾക്കും 24.46 ലക്ഷത്തോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുമാണ് തുക എത്തുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം ക്ഷേമ ബോർഡ് പെൻഷനാണ്. അതെല്ലാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെയാണ് ലഭിക്കുന്നത്. ഇങ്ങനെ 64 ലക്ഷത്തോളം പേർക്കാണ് തുക പെൻഷനായിട്ട് ക്ഷേമനിധി, ബോർഡ് പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇവയെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ പദ്ധതിയിലേക്ക് ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുക. LDF 90 സീറ്റിലധികം നേടിക്കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, MB രാജേഷ് എന്നിവർ ജയിക്കുമെന്ന് CPM വിലയിരുത്തിയപ്പോൾ മൂവരും തോൽക്കുമെന്നാണ് UDF ക്യാമ്പിൽ നിന്നുള്ള കണക്കുകൾ പറയുന്നത്. ജില്ലാ ഘടകങ്ങളുടെ പ്രാഥമിക കണക്കെടുപ്പിൽ UDF ഉറപ്പായും 80 സീറ്റിന് മുകളിലാണ് എന്നാണ് വിലയിരുത്തൽ. ആലപ്പുഴയിലും തൃശൂരും പാലക്കാടും UDFന് അനുകൂല തരംഗം ഉണ്ടായാൽ സീറ്റുകളുടെ എണ്ണം അതിലും കൂടും എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. UDF കണക്കുകൾ ഇങ്ങനെയാണ്. കോവളം നിലനിർത്തും. വട്ടയൂർക്കാവ്, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, അരുവിക്കര എന്നിവിടങ്ങളിൽ ഉറച്ച പ്രതീക്ഷ ഉണ്ട്. ശക്തമായ ത്രികോണപ്പോര് നടന്ന കാട്ടാക്കടയിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. വാമനാപുരത്തും ചിറയൻകീഴിലും വർക്കലയിലും ശക്തമായ മത്സരം നടന്നു. BJPക്ക് സ്വാധീനമുള്ള നേമത്തും കഴക്കൂട്ടത്തും നേരിയ വോട്ടിന് മുന്നിൽ കയറാമെന്ന കണക്ക് സ്ഥാനാർത്ഥികളായിട്ടുള്ള ശബരിനാഥും ശരത് ചന്ദ്രപ്രസാദും പങ്കുവെക്കുന്നു. കൊല്ലത്തേക്ക് വരുമ്പോൾ കുണ്ടറ, കരുനാഗപ്പള്ളി എന്നിവ നിലനിർത്തും. കൊല്ലം പിടിച്ചെടുക്കുകയും ചവറയിലും കുന്നത്തൂരിലും RSP ജയിക്കുകയും ചെയ്യും. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്.
ആലപ്പുഴ കണക്കുകൾ ഇങ്ങനെയാണ്. ഇടതു വിമതനായി മത്സരിച്ച ജി സുധാകരൻ അമ്പലപ്പുഴയിൽ അട്ടിമറി ജയം നേടും. ഹരിപ്പാട് നിലനിർത്തും. അരൂരിലും കുട്ടനാട്ടിലും ഉറച്ച പ്രതീക്ഷയുണ്ട്. കായംകുളത്ത് ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ വോട്ട് ഉയർത്തുമെന്നും കണക്കുകൾ പറയുന്നു. കോട്ടയത്ത് പുതുപ്പള്ളി, കോട്ടയം, കരുനാഗപ്പള്ളി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. പാലായിൽ മാണി സി കാപ്പനും മുൻതൂക്കം ഉണ്ട്. ഏറ്റുമാനൂരിൽ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിക്കും എന്നാണ് വിലയിരുത്തൽ. ഇടുക്കിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീശിയടിച്ചിട്ടുള്ള UDF തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇടുക്കി മണ്ഡലത്തിൽ റോഷി അഗസ്റ്റിൻ പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് UDF. മികച്ച ഭൂരിപക്ഷത്തോടെ തൊടുപുഴ നിലനിർത്തും. പീരമേട് ഉറപ്പാണ്. ഉടുമ്പൻചോലയിൽ ശക്തമായ മത്സരത്തിൽ UDFന് വ്യക്തമായ മുൻതൂക്കമുണ്ട്. CPM വിട്ട് BJPയിൽ ചേർന്ന S രാജൻ ദേവികുളത്ത് ഇടതു വോട്ടുകൾ പിടിക്കുകയാണ് എങ്കിൽ UDFന് ജയസാധ്യതയുണ്ട്. പത്തനംതിട്ടയിൽ കോന്നി ഒഴികെയുള്ള എല്ലാ സീറ്റുകളിലും ഉറച്ച പ്രതീക്ഷയുണ്ട്. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജിനെ തോൽപ്പിക്കും. എറണാകുളത്ത് കളമശ്ശേരി ഒഴികെയുള്ള 13 സീറ്റിലും ഉറച്ച പ്രതീക്ഷയുണ്ട്. വൈപ്പിനിലും കൊച്ചിയിലും തൃപ്പൂണിത്തുറയിലും കോതമംഗലത്തും നടന്നത് വാശിയേറിയിട്ടുള്ള മത്സരമാണ്. 4ഇടത്തും ജയിക്കുമെന്നാണ് വിലയിരുത്തൽ. തൃശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ ചാലക്കുടി, തൃശൂർ, മണലൂർ സീറ്റുകളിൽ ഉറച്ച പ്രതീക്ഷയുണ്ട്. UDF അനുകൂല തരംഗം ഉണ്ടാകുകയാണ് എങ്കിൽ വടക്കാഞ്ചേരി, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, ഒല്ലൂർ സീറ്റുകളും പിടിച്ചെടുക്കും എന്നാണ് വിലയിരുത്തൽ. പാലക്കാട്, മണ്ണാർക്കാടും പാലക്കാടും ഉറപ്പായും നിലനിർത്തും. പാലക്കാട് ഭൂരിപക്ഷം 10,000-ന് മുകളിലേക്കെത്തും. തൃത്താലയിൽ മന്ത്രി MP രാജേഷിനെ തോൽപ്പിക്കും. ചിറ്റൂരിൽ ഉറച്ച പ്രതീക്ഷയുണ്ട്. കോങ്ങാട്, പട്ടാമ്പി, നെന്മാറ, ഒറ്റപ്പാലം എന്നിവിടങ്ങളിലും ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. തരംഗം ഉണ്ടായാൽ ഇവിടെയെല്ലാം വിജയസാധ്യതയുണ്ട്. മലമ്പുഴയിൽ വോട്ടുവിഹിതം വർദ്ധിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുള്ള ജില്ലയായിട്ടുള്ള മലപ്പുറം ജില്ല തൂത്തുവാരും എന്നാണ് UDF വിലയിരുത്തൽ. പൊന്നാനിയിലും തവന്നൂരിലും ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലായിടത്തും വളരെ നിഷ്പ്രയാസം ജയിക്കും. കോഴിക്കോട് ജില്ലയിലെ കണക്കുകൾ ഇങ്ങനെയാണ്. കുറ്റ്യാടി, കൊയിലാണ്ടി, നാദാപുരം, കൊടുവള്ളി, കോഴിക്കോട് സൗത്ത്, വടകര എന്നിവിടങ്ങളിൽ ഉറച്ച പ്രതീക്ഷയാണ്. ശക്തമായിട്ടുള്ള മത്സരം നടന്ന തിരുവമ്പാടിയിൽ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കും എന്നാണ് വിലയിരുത്തൽ. UDF തരംഗമുണ്ടാകുകയാണ് എങ്കിൽ കോഴിക്കോട് നോർത്ത്, പേരാമ്പ്ര, ബേപ്പൂർ, കുന്നമംഗലം എന്നിവിടങ്ങളും പിടിക്കുന്നതാണ്. കണ്ണൂരിൽ പേരാവൂർ, ഇരിക്കൂർ നിലനിർത്തും. കണ്ണൂർ സീറ്റ് പിടിച്ചെടുക്കും. അഴീക്കോടും കൂത്തുപറമ്പിലും ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. ഇടത് വിമതർ മത്സരിച്ച പയ്യന്നൂരിലും തളിപ്പറമ്പിലും വോട്ടുവിഹിതം ഉയർത്തും. വയനാട് മാനന്തവാടിയിൽ മന്ത്രി OR കേളുവിനെ പരാജയപ്പെടുത്തും. ജില്ലയിലെ 3 സീറ്റുകളും UDF പിടിച്ചെടുക്കും എന്നാണ് UDF വിലയിരുത്തൽ. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം നിലനിർത്തും. കാസർകോട്ടും തൃക്കരിപ്പൂരിലും ഉറച്ച വിജയപ്രതീക്ഷയുണ്ട്. ഉദുമയിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് UDF കണക്കുകൾ ഉള്ളത്. ഇതിൽ പ്രതീക്ഷയില്ലാതെ ഉറച്ച സീറ്റുകളായിട്ട് 80 സീറ്റുകൾ നിഷ്പ്രയാസം ജയിച്ചു കയറും എന്നാണ് UDF വിലയിരുത്തൽ. ഈ പറഞ്ഞ 80-ൽ പേരാമ്പ്ര ഇല്ല. അങ്ങനെ കടുത്ത മത്സരങ്ങൾ നടന്നിട്ടുള്ള മിക്ക സീറ്റുകളും ഇല്ലാതെയാണ് 80 കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് ഫലം വരിക എന്ന് നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 2026-27 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയുടെ തീയതിയും സമയവും പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗ് പരീക്ഷ ഏപ്രിൽ 17 മുതൽ 22 വരെ നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 5 മണി വരെയാണ് പരീക്ഷ. ഫാർമസി പരീക്ഷ 18 മുതൽ 20 വരെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 11:30 വരെയാണ് നടക്കുക. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് 2 മണിക്കൂർ മുമ്പ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 0471 2332 120, 0471 2338 487 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.
സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പിലെ മരുന്ന് പരിശോധന ലാബുകളിൽ നടത്തിയിട്ടുള്ള ഗുണനിലവാര പരിശോധനകളിൽ മാർച്ച് മാസത്തിൽ ഗുണനിലവാരം ഇല്ലാത്തതായി കണ്ടെത്തിയ 2 മരുന്നുകൾ നിരോധിച്ചിട്ടുണ്ട്. ഈ മരുന്നുകളുടെ സ്റ്റോക്ക് കൈവശമുള്ള വ്യാപാരികളും ആശുപത്രികളും അവ തിരികെ വിതരണക്കാരന് നൽകി വിശദാംശങ്ങൾ ബന്ധപ്പെട്ട ജില്ലാ ഡ്രഗ് കൺട്രോൾ അധികാരികളെ അറിയിക്കണമെന്ന് സംസ്ഥാന ഡ്രഗ് കൺട്രോളർ അറിയിച്ചു. മരുന്നിന്റെ പേര്, ഉൽപാദകർ, ബാച്ച് നമ്പർ, കാലാവധി ഇവ ഇങ്ങനെയാണ്. റാനിറ്റിഡിൻ ഹൈഡ്രോക്ലോറൈഡ് ടാബ്ലറ്റ്സ് IP 150 mg, വിവേക് ഫാർമസ്യം ഇന്ത്യ ലിമിറ്റഡ്, NH8, ചെമ്മൻപുര, അമർ, ജയ്പൂർ. ബാച്ച് നമ്പർ RDT 240-29, കാലാവധി 5/2026. മറ്റൊരു മരുന്ന് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് IP 5 mg, കേരള സ്റ്റേറ്റ് ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്, കലവൂർ PO, ആലപ്പുഴ, കേരള 68-85-22. ബാച്ച് നമ്പർ F65-092, എക്സ്പയറി ഡേറ്റ് 7-ാം മാസം 2028. ഈ 2 മരുന്നുകൾ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.